ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഗാസയിലടക്കം ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് യുദ്ധക്കുറ്റം ചുമത്തിയത്. വിവരങ്ങൾ നൽകാൻ ജിബിൻ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ജിബിൻ, നിലവിലെ സാഹചര്യത്തിൽ സുപ്രധാനമായ ഇടപെടൽ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. എന്തൊക്കെ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും തന്നെ അസ്ത, കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഗാസയിലടക്കം ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കോടതിയുടെ മുൻപാകെ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ അതിക്രൂരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ ഗാസയിലടക്കം നടത്തുന്നു. പല ഘട്ടങ്ങളിലും ഈ വംശഹത്യ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ അവിടെ നടക്കുന്നു. നിരവധി ആളുകൾ ആക്രമണത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും ലോകരാജ്യങ്ങളടക്കം ഇത്തരത്തിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് നിരസിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പല ലോകരാജ്യങ്ങളിലും ഇതിനോടകം തന്നെ ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്രമണത്തിനെതിരെയൊക്കെ തന്നെ രംഗത്ത് വരികയും നെതന്യാഹുവിനോട് ആക്രമണം അവസാനിപ്പിക്കണമെന്നൊക്കെ അഭ്യർത്ഥിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ പരിഗണിക്കാതെ ഇസ്രായേൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇപ്പോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന യോവ് ഗാലന്റിനെതിരെയും കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ അടുത്തിടെയാണ് ഈ യോവ് ഗാലന്റിനെ പ്രതിരോധ മന്ത്രി പദത്തിൽ നിന്നും ഇസ്രായേൽ പിൻവലിച്ചത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിനെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ വലിയ ആക്ഷേപങ്ങൾ ഇസ്രായേലിനെതിരെ ഉന്നയിച്ചിരുന്നു. ഇസ്രായേൽ നടത്തുന്നത് ഹീനമായ ആക്രമണങ്ങളാണ്. ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമായും തന്നെ വിവിധ ആശുപത്രികളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വലിയ വംശഹത്യകൾ നടക്കുന്നു. ആ ഒരു പ്രദേശത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ള വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ഉന്നയിക്കുകയും അത് പലപ്പോഴായി തന്നെ ഇസ്രായേൽ തങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ചാണ് തങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ തന്നെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇത് അന്താരാഷ്ട്ര കോടതിയിലേക്ക് വരികയും അതോടൊപ്പം തന്നെ UN അടക്കം ഈ ഒരു വിഷയത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതിന് ശേഷമാണ് അന്താരാഷ്ട്ര കോടതിയിലേക്ക് ഈ ഒരു വിഷയം വരികയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതിന് തക്കതായ കാരണമുണ്ട്, ഇത്തരത്തിൽ കുറ്റം ചുമത്തുന്നതിന് തക്കതായ കാരണമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും തന്നെ കോടതി ഈ ഒരു വിഷയത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അസിത, ജിബിൻ, മാനവികതയ്ക്കെതിരായ പ്രവൃത്തികൾ എന്നൊക്കെ കൂടി ഇത്തരം പ്രവൃത്തികൾ, അതായത് നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ശ്രമങ്ങളെ കോടതി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലസ്തീനെതിരെയാണ് ആക്രമണം നടത്തുന്നത്, പക്ഷേ ഇത് കോടതിയുടെ പരിധിയിൽ വരില്ല എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ ഗാസയും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, സാധാരണ നിലയിൽ ഇത്തരം യുദ്ധക്കുറ്റം ചുമത്തുന്ന ആളുകളുടെ പേരൊക്കെ, ഐഡന്റിറ്റി, അവരുടെ തിരിച്ചറിയാനുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കാറുണ്ട്. അങ്ങനെ ഒരു പതിവുണ്ട്. പക്ഷേ അതൊക്കെയും കഴിഞ്ഞിട്ടുള്ള രീതിയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും പ്രവർത്തനങ്ങൾ കടന്നതുകൊണ്ട് കൂടിയാണോ ഈ കാര്യങ്ങൾ ഇപ്പോൾ പരസ്യപ്പെടുത്തുന്നത് കൂടി ചെയ്യുന്നത് കോടതി? നിലവിലെ സാഹചര്യത്തിൽ അസിത പറയുകയാണെങ്കിൽ ഈ വെസ്റ്റ് ബാങ്കിലടക്കം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഉള്ളതാണ്. അതായത് അവിടുത്തെ കുട്ടികളെ അടക്കം, കുരുന്നുകളടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം, ഇതൊക്കെ തന്നെ കൃത്യമായും തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് പരിഗണിക്കുകയും വന്നപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായും തന്നെ കോടതി ചൂണ്ടിക്കാട്ടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഈ ഒരു യുദ്ധക്കുറ്റം ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് തക്കതായ
തക്കതായ കാരണങ്ങളുണ്ട്. ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ കടുത്ത നിലയിലുള്ള ആക്രമണ പരമ്പരകൾ അവിടെ നടത്തുന്നു. അങ്ങനെ നിരപരാധികളായ ആളുകൾ അടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പലസ്തീനിലെ ഒരു കേന്ദ്രത്തെ തന്നെ ഒരു വിഭാഗത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് ഇസ്രായേലിന്റെ നടപടിക്രമങ്ങൾ പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. യുദ്ധക്കുറ്റം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ചുമത്തണമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉത്തരവിടുന്നത്. മുൻപ് ഐക്യരാഷ്ട്ര സംഘടനയും ഈ വിഷയത്തിൽ ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം.